നമസ്കാരം. 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പ്രേക്ഷകർ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന സിനിമയാണ് രജനീകാന്തിൻ്റെ കൂലി. വളരെ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ളത്. ഇത് കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത് എച്ച്.എം. അസോസിയേഷനാണ്. ഇവർ ഇതിനു മുമ്പും സിനിമ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂലി എത്തിക്കുമ്പോൾ ഇവർക്ക് വലിയ സന്തോഷമാണ്. കാരണം വലിയ പ്രതികരണമാണ് ഇപ്പോൾ തന്നെ സിനിമയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. 550 സ്ക്രീൻ, രാവിലെ 6 മണിക്ക് ഷോ തുടങ്ങും. 550 സ്ക്രീനിൽ 3000-ലധികം ഷോകളാണ് ആദ്യ ദിവസമുള്ളത്. 6 മണിക്ക് ഷോ തുടങ്ങും. 550 സ്ക്രീനിൽ 3000-ലധികം ഷോയുമായിട്ടാണ് ഈ സിനിമ എച്ച്.എം.എ എത്തിക്കുന്നത്. ഇത് വലിയ ഒരു പ്രതീക്ഷ ഇവർക്ക് നൽകുന്നുണ്ട്. ഇവിടെ വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടർമാർ തമിഴ് സിനിമ എടുക്കുന്നുണ്ടെങ്കിലും അവരെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇവർ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ വാനോളം ഉയരുന്നത്. ഇതിനു മുമ്പും തമിഴ് സിനിമ കൊണ്ടുവന്ന് വിജയ് സേതുപതിയും നിത്യാമേനോനും അഭിനയിച്ച തലവൻ തലൈവി എന്ന സിനിമ കൊണ്ടുവന്ന് സൂപ്പർ ഹിറ്റായിരുന്നു. തമിഴ്നാട്ടിലും ഹിറ്റായിരുന്നു, അതോടൊപ്പം തന്നെ കേരളത്തിലും സൂപ്പർ ഹിറ്റായിരുന്നു. അതിൻ്റെ പ്രചോദനമാണ് ഇപ്പോൾ കൂലി രജനീകാന്തിനെ എത്തിക്കുന്നത്. ഇനി അവർ അടുത്ത സിനിമ കൊണ്ടുവരുന്നതും ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പം അടുത്ത സിനിമയും കൊണ്ടുവരുന്നുണ്ട്, ധനീഷിൻ്റെ ഇഡ്ഡലിക്കട. അതും ഇവരാണ് കേരളത്തിൽ എത്തിക്കുന്നത്. അപ്പം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമ ഇവർ എത്തിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ആരാധകർ രാവിലെ എന്നൊരു സമയത്തിന് വേണ്ടി, 6 മണി എന്നൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ് കേട്ടോ. എല്ലാ ഷോയും ഹൗസ്ഫുള്ളാണ്. ടിക്കറ്റ് കിട്ടുന്നില്ല. ടിക്കറ്റൊക്കെ വലിയ റേറ്റിനാണ് ടിക്കറ്റൊക്കെ പോയിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രത്യേകത, തമിഴ്നാട്ടിൽ ഈ മോർണിംഗ് ഷോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അന്യ സ്ഥലത്തേക്ക്, തെലുങ്കിലും ഒക്കെ കാണാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. പാലക്കാടൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരൊക്കെ എത്തുന്നു എന്നാണ്, ഇന്ന് തൊട്ട് അവിടെ ക്യാമ്പാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് തന്നെ ഇത് കാണണം. നിലവിൽ ആദ്യ ദിവസം 150 കോടിയിൽ മുകളിൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അത്രമാത്രം പ്രതീക്ഷയുള്ള സിനിമയാണ് കൂലി. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമുണ്ട്. മലയാളികളെ പ്രിയപ്പെട്ട നടൻ അവിടെ അഭിനയിക്കുന്നു. സൗബിൻ അഭിനയിക്കുന്നു. സൗബിൻ്റെ ഒരു പാട്ടിറങ്ങിയിരുന്നു. അതിലെ ഡാൻസ് തന്നെ സൗബിനെ ലോകത്തുള്ള എല്ലാവരും, തമിഴ് മലയാളം എന്ന ഭാഷകൾക്കപ്പുറം എല്ലാ ഭാഷയിലും ഈ സിനിമ ഇറങ്ങുമ്പോൾ അവിടെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് സൗബിനെക്കുറിച്ച്. അന്ന് ഇതിൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് സംസാരം ഉണ്ടായി. കൂലി റിലീസായാൽ നാട്ടിൽ സംസാര വിഷയം സൗബിൻ സാഗർ ആയിരിക്കുമെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് അന്ന് അവിടെ പറയുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ രജനീകാന്തും അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. സൗബിൻ്റെ പെർഫോമൻസിനെ രജനീകാന്ത് വലിയ രീതിയിൽ പ്രശംസിക്കുകയായിരുന്നു ചെയ്തത്. സൗബിൻ്റെ കാര്യത്തിൽ ആദ്യം തനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ട് ഞെട്ടിപ്പോയി എന്നായിരുന്നു രജനീകാന്ത് പ്രതികരിച്ചത്. അപ്പം എന്തുവല്ല നടനാണ്. സൗബിനെ ഇനി കേരളത്തിലേക്ക് കിട്ടുമോ? സൗബിനെ ഇനി കേരളത്തിലേക്ക് ഉണ്ടാവുമോ? പക്ഷെ നിങ്ങൾ ഇവിടെ കേരളത്തിൽ വേണം കേട്ടോ, ഒരു മാറ്റവുമില്ല. തമിഴിലും നിങ്ങൾ എല്ലാ ഭാഷകളിലും അഭിനയിക്കണം. അത്ര നല്ല കലാകാരനാണ്. ആ കലാകാരൻ്റെ ഒരു കഴിവ് രജനീകാന്തൊക്കെ തിരിച്ചറിയുക എന്ന് വെച്ചാൽ നിസ്സാരമല്ല. അത്രയും പ്രതീക്ഷയുള്ള ഒരു സിനിമ കൂലി. രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമെന്ന് പ്രത്യേകതയും ഈ കൊടുത്തിട്ടുണ്ട്. ഇവരാദ്യമായിട്ടാണ് ഒന്നിക്കുന്നത്. ആ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. എന്തായാലും സിനിമ ഏറ്റവും വലിപ്പത്തിലുള്ള സിനിമയാണ്. നിരവധി ആർട്ടിസ്റ്റുകളുടെ പേരുകളൊന്നും ഞാൻ പറഞ്ഞില്ല, നിരവധി ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നു. എന്തായാലും രജനി ആരാധകർ 2 വർഷത്തെ കാത്തിരിപ്പ് വെറുതെ ആകില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. എനിക്കറിയാം, കേരളത്തിലെ തിയേറ്ററുകാർ അതൊരു ഉത്സവമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ തിയേറ്ററിൽ എമ്പുരാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ തിയേറ്ററിൻ്റെ ബാധ്യത തീരുമെന്ന് പറഞ്ഞതാണ് ഫിയോക്കിൻ്റെ പ്രസിഡന്റ്. അത് ബാധ്യത തീർന്നു. അതിനുശേഷം മറ്റ് സിനിമകൾ വന്ന് വലിയ സക്സസ്സിലേക്ക് പോയി. ഓണം റിലീസ് കാത്തിരിക്കുന്നു. ഇതാ കൂലി എത്തുന്നു. അപ്പം തിയേറ്റർ ഉടമകൾ ഹാപ്പിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ സിനിമ എത്തിച്ച, ഈ മലയാളികൾക്ക് വേണ്ടി ഈ സിനിമ എത്തിച്ച എച്ച്.എം. അസോസിയേഷന് ബിഗ് സല്യൂട്ടാണ്. അത് കാണാൻ ആളുകൾ കാത്തിരിക്കുന്നു. ഇനി നാളത്തെ വിജയമനുസരിച്ചായിരിക്കും ഷോയുടെ എണ്ണം വർദ്ധിക്കുക. ഷോ എത്രമാത്രം കൂട്ടാൻ പറ്റുമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. നാളത്തെ ആദ്യ ഷോയ്ക്ക് ശേഷമായിരിക്കും അതിനൊരു തീരുമാനം എത്തുക എന്ന് അവരെന്നോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മലയാളികളും തമിഴരും എല്ലാവരും ഒരേപോലെ കാത്തിരിക്കുന്നു കൂലി. രജനീകാന്ത്, നമ്മുടെ പ്രിയപ്പെട്ട രജനീകാന്തിൻ്റെ സിനിമ റിലീസാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, 30 ഗോൾഡ് കോയിൻസ്, 60 ഇന്റർനാഷണൽ ട്രിപ്സ്, ദിവസേന 1 ലക്ഷം രൂപ, 25 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി മൈജി ഓണം മാസ് ഓണം.
മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.